നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 2 സംഖ്യകളാണ്. അതിലൊന്നാമത്തെ സംഖ്യ 4 എന്നും രണ്ടാമത്തേത് 8 എന്നും സംഖ്യയാണ്. ഇതിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടുകൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വളരെയേറെ കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ താണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ വിചാരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. അത് നേടിയെടുക്കാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത, അതായത് 4 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ധാരാളം വിഷമങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം സാമ്പത്തികമായും മാനസികമായും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് എന്ന് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾ, നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളെ വഴിമാറ്റുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. ഇഷ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. നിങ്ങൾക്ക് ധാരാളം പേർ നിങ്ങളെ പഴി പറയുന്നു. കഴിഞ്ഞ കാല സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാനസിക തകരാറുകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫലങ്ങളാണ്. അതായത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഒരു വാസ്തവം എന്ന് പറയുന്നത്, ഈ തൊടുകുറി ശാസ്ത്രപ്രകാരം നിങ്ങൾക്ക് നല്ല കാലം വരുമെങ്കിൽ അത് എപ്രകാരമായിരിക്കുമെന്നൊക്കെ നിങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഫലങ്ങൾ. ഒന്നാമതായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കുക. അതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദോഷങ്ങൾക്കുള്ള പ്രതിവിധികൾ കാണുക. ഒന്ന് നിങ്ങളെ ഒഴിഞ്ഞിടുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങൾ മാറ്റുക, മനസ്സിൽ ദൈവീക ചിന്ത എന്ന കാര്യങ്ങൾ കൊണ്ടുവരിക. ഇതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നേടാൻ കഴിയുമെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. വിട്ടുമാറാത്ത രോഗവ്യാധികൾ, അതുപോലെ എത്രയൊക്കെ മാറ്റിയാലും മാറാത്ത കടഭാരങ്ങൾ, അതുപോലെ ദോഷങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അലയടിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ കടഭാരം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഈ ഒഴിയാബാധ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളോടൊപ്പം കൂടുന്ന ഒരു സാധനം. എന്നാൽ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈശ്വര സഹായത്താൽ, ഒത്തിരി അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് പ്രധാനമായിട്ടും വരുന്ന ഒരു കുറച്ച് മാസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഒരു പ്രതിവിധി എന്ന് പറയുന്നത് വിശ്വാസത്തോടു കൂടി ഈശ്വരനെ സമീപിക്കുക എന്നതാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവം പ്രത്യക്ഷമാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും. ഒരു പ്രത്യേക കാര്യം, 1 രൂപ നാണയമെടുത്ത് തലയ്ക്കൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ എവിടെയാണോ വിളക്ക് തെളിയിക്കുന്നത് ആ വിളക്ക് തെളിയിക്കുന്ന ആ ഒരു വിഗ്രഹത്തിന് പുറകിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. അപ്രകാരം ഈശ്വരാനുഗ്രഹത്താൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ കടന്നു വരികയുള്ളൂ. ഇനി രണ്ടാമത്തെ ചിത്രമായ അല്ലെങ്കിൽ സംഖ്യയായ 8 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ്. നിങ്ങളെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അധിക ചിലവാണ്. അതായത് ചില വസ്തുതകൾ നിങ്ങൾക്ക്, അതായത് നിങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര ചിലവ് ചുരുക്കി ജീവിച്ചാലും അതിന് കഴിയാത്ത ഒരു സമയമാണ് നിങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു, അത് നടന്നില്ല എന്നു മാത്രമല്ല, അതിനുള്ള സാഹചര്യങ്ങൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നതാണ്. നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ചില വ്യക്തികളുടെ സാമീപ്യം, അല്ലെങ്കിൽ അവർ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പേടി, ചില ദുഷ്ടശക്തികളുടെ ഉപദ്രവം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ, സന്തോഷ വാർത്ത കേൾക്കുവാൻ കാത്തിരിക്കുന്ന നിമിഷം അത് ദുഷ്കരമായൊരു വാർത്തയിലേക്ക് പോകുന്നു.
ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പല ന്യൂനതകളായിട്ട് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു സാമ്പത്തിക കാര്യത്തിനായിട്ട് പുറപ്പെടുമ്പോൾ അതിൽ സാവകാശം കിട്ടാതെ ഇറുകിപ്പോകുന്ന അവസ്ഥകൾ, പലപ്പോഴും എടുത്തുചാട്ട മനോഭാവം, വെപ്രാളം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അതായത് ആരോടും തീരുമാനമെടുക്കാറില്ല, ഒറ്റയ്ക്ക് എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നു. ഏറ്റവും അവസാനം അതൊരു എടുത്തുചാട്ട മനോഭാവത്തിലേക്ക് നിങ്ങൾ മാറുന്നു. ഇത് ജീവിതത്തിൽ ഒത്തിരി മോശാനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ ആരോടൊന്നും തുറന്നു പറയാതെ ജീവിതത്തിനുള്ളിൽ എല്ലാ പ്രയാസങ്ങളെയും വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വേദനകൾ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ തുടരുന്ന ജോലികളിൽ നിങ്ങൾക്ക് ധാരാളം പ്രതിസന്ധികളാണ്. അതായത് എത്രയൊക്കെ നിങ്ങൾ ഉന്നതിയിലെത്തിയാലും അതിനെയൊക്കെ തരം താഴ്ത്തപ്പെടുന്ന ഒരനുഭവങ്ങൾ. എത്ര നന്നായി ജോലി ചെയ്താലും അതിനൊക്കെ ഒരു പ്രശസ്തിയും ഇല്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ. എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനായിട്ട് ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ അതിനും സാധിക്കാതെ വരുന്ന അവസ്ഥകൾ. കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട് ധാരാളം മനോവിഷമം അനുഭവിക്കുന്നവർ, ഭർത്തൃഭാര്യ ജീവിതത്തിനിടയിൽ ധാരാളം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ. ഇതൊക്കെയാണ് ഈ രണ്ടാമത്തെ ചിത്രമായ 8 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളിലേക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പരിഹാരം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ എടുത്തുചാട്ട മനോഭാവം ഒന്ന് ഉപേക്ഷിക്കുക. എല്ലാവരോടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക, സ്നേഹത്തോടെ ഒന്ന് പെരുമാറുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക. അത്തരമൊരു പ്രവണത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ പരാജയത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെയും ഒക്കെ മനസ്സിലാക്കിയൊന്ന് പെരുമാറുക. ജീവിതത്തിൽ അത്രത്തോളം അനുഗ്രഹം ലഭ്യമാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഒത്തിരി അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകും. ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ടാകും. ഈ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരും ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രയാസങ്ങൾ, എവിടെയൊക്കെയാണോ നിങ്ങൾ തോറ്റുപോയിട്ടുള്ളത്, അതൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രയത്നിക്കുക. തീർച്ചയായിട്ടും ഈ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെയും ആഗ്രഹങ്ങൾ വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ സാധിക്കപ്പെടും. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകും. ഒരു നിമിഷം പോലും ഇവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ വൈകാതിരിക്കാൻ ഈശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്രത്തോളം ഈശ്വര അനുഗ്രഹം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.